നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല ചിന്തകൾ വിതച്ചാൽ നല്ല പ്രവൃത്തികൾ കൊയ്യാം. ധൈര്യമുള്ള ഹൃദയം, അറിവുള്ള തല, കരുണയുള്ള കൈകൾ, ഇവയാണ് ഒരു മഹാനായ മനുഷ്യന്റെ അടയാളം. വിജയം നേടുമ്പോൾ വിനയം കൈവിടാതിരിക്കുക. പരീക്ഷണങ്ങൾ ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്നലെയും ഇന്നും അതൊരു ദുഃഖമായിരുന്നെങ്കിൽ നാളെ അതൊരു പുഞ്ചിരിയായി ദൈവം തിരിച്ചു തരും. ജീവിതത്തിൽ കഷ്ടപ്പാട് കൊണ്ടും ദുഃഖം കൊണ്ടും സങ്കടം സഹിച്ചും നേടിയെടുക്കുന്നവയെല്ലാം മൂല്യമേറിയതാണ്. അത്തരത്തിൽ ജീവിത വിജയം നേടിയ ഹാസ്യ സാമ്രാട്ട്, പകരക്കാരനില്ലാത്ത പ്രതിഭ, നമ്മെ വിട്ടുപിരിഞ്ഞ മാളെ അരവിന്ദൻ എന്ന കലാകാരന്റെ ഓർമ്മപ്പൂക്കൾ ഞാനിവിടെ കുറിക്കുകയാണ്. മാള എന്ന നാടിനൊരു മേൽവിലാസം ചാർത്തിക്കൊടുത്ത കലാകാരനാണ് മാള അരവിന്ദൻ. അദ്ദേഹത്തിന്റെ നാട് അദ്ദേഹത്തെ സ്നേഹവായ്പോടെ വിളിക്കുന്നത് മാളയുടെ മരതക മാണിക്യമെന്നാണ്. നാടകത്തിനും സിനിമയ്ക്കും വേണ്ടി തപസ്യ പോലെ ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച കലാകാരൻ. സംഗീത അധ്യാപികയായിരുന്ന പൊന്നമ്മ ടീച്ചർ തന്റെ മകന്റെ തബല വായിക്കാനുള്ള അഭിരുചി തിരിച്ചറിഞ്ഞ് തബല പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിന്റെ കീഴിൽ തബല വായന അഭ്യസിപ്പിച്ചു. പിന്നീട് അത് തന്റെ ജീവിതോപാധിയായി തെരഞ്ഞെടുത്ത് നാടകങ്ങളിൽ തബല വായനക്കാരനായി ചേരുകയാണ് ഉണ്ടായത്. ഒരിക്കൽ മാളച്ചേട്ടൻ തബല വായിക്കുന്ന നാടകത്തിൽ ഒരു അഭിനേതാവിന് സമയത്തെത്താൻ കഴിഞ്ഞില്ല. പകരക്കാരനായി ആ രംഗം അഭിനയിക്കാൻ മാളച്ചേട്ടന് കയറേണ്ടി വന്നു. അതോടെ മാളച്ചേട്ടന്റെ ജീവിതം ആകെ മാറി മറിയുകയാണ് ഉണ്ടായത്. ചില യാദൃച്ഛിക സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാറുണ്ടല്ലോ. ചിലർക്കത് നേട്ടങ്ങളുടേതാകും, മറ്റു ചിലർക്കാവട്ടെ കഷ്ടപ്പാടുകളുടെയും കോട്ടങ്ങളുടെയും. മാളച്ചേട്ടനെ സംബന്ധിച്ച് ഒരു നല്ല സമയത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു അത്. നാടകത്തിൽ നിന്ന് തന്നെ അദ്ദേഹം 7 പ്രാവശ്യത്തോളം സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. നാടകത്തിൽ അദ്ദേഹം ഗുരുവായി കാണുന്നത് നടൻ SP പിള്ളയെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കഥാകൃത്തുമായ ശ്രീമൂലനഗരം മോഹൻ ഓർത്തെടുക്കുന്നത് ആലപ്പുഴയിലെ ശാരംഗപാണിയുടെ നാടക സമിതിയിൽ PJ ആന്റണി എഴുതിയ ഒരു നാടകത്തിൽ മാളച്ചേട്ടൻ അഭിനയിക്കുകയുണ്ടായി. സിനിമ മോഹവുമായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥാപാത്രമായിരുന്നു അത്. ഒരു ചാക്ക് നിറയെ സിനിമാ തിരക്കഥയുമായി രംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രത്തെ കണ്ട് ആകൃഷ്ടനാകുന്ന ശ്രീമൂലനഗരം മോഹൻ കാലടി ഗോപി സംവിധാനം ചെയ്യുന്ന തപസ്യ എന്ന നാടകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അന്ന് ആ നാടകത്തിൽ ഉണ്ടായിരുന്ന മറ്റ് ചില അഭിനേതാക്കളായിരുന്നു കുതിരവട്ടം പപ്പു, നെല്ലിക്കോട് ഭാസ്കരൻ, കുട്ടിയേടത്തി വിലാസിനി തുടങ്ങിയവരൊക്കെ. മോഹനൻ പറയുന്നു, അന്ന് മാളയ്ക്ക് 30 രൂപയായിരുന്നു ഒരു നാടകത്തിന് ലഭിച്ചിരുന്ന പ്രതിഫലം. കുതിരവട്ടം പപ്പുവിനാകട്ടെ 40 രൂപയും. കാലടി ഗോപിയുടെ തപസ്യ എന്ന നാടകത്തിൽ അഭിനയിച്ച കാലം മുതൽ തുടങ്ങിയതാണ് ശ്രീമൂലനഗരം മോഹനും മാളയുമായിട്ടുള്ള സൗഹൃദ ബന്ധം. നാടക തൊഴിലിനെ കുറിച്ച് മാളച്ചേട്ടൻ പറയുന്നത്, സീസൺ വർക്കാണ് നാടകം. 6 മാസം ജോലി ഉണ്ടാകും, പിന്നീട് 6 മാസം വെറുതെ ഇരിപ്പാണ്. കാട് 6 മാസം, നാട് 6 മാസം, കണ്ണീർ കടൽക്കര താമസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമൂലം പലപ്പോഴും നാടകത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കേണ്ടതായി വരും. മാളച്ചേട്ടന് അന്ന് ധരിക്കാനായി 2 ഷർട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹം 4 ഷർട്ടുകൾ മാറി മാറി ധരിക്കാറുണ്ട്. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ശ്രീമൂലനഗരം മോഹനനും 2 ഷർട്ടേ ഉള്ളൂ. ഇവർ രണ്ടുപേരുടെയും ഷർട്ടുകൾ ഒരേ അളവിലുള്ളതാണ്. അത് രണ്ടുപേരും പരസ്പരം മാറി മാറി ഉപയോഗിച്ചാണ് 4 എണ്ണമാക്കുന്നത്. പലപ്പോഴും ഒരു ഊണ് പാഴ്സൽ വാങ്ങി രണ്ടുപേരും കൂടി കഴിക്കുമായിരുന്നു. അങ്ങനെ പട്ടിണിയും പരിവട്ടവുമായി ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച മാളച്ചേട്ടൻ കാലക്രമേണ കേരളത്തിലെ പ്രധാന നാടക കമ്പനികളായ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, പെരുമ്പാവൂർ നാടകശാല, SL പുരം സദാനന്ദന്റെ സൂര്യസോമ എന്നീ ട്രൂപ്പുകളുടെ നാടകങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. നാടകത്തിനായി കേരള സർക്കാർ ആദ്യമായി അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മാള അരവിന്ദനായിരുന്നു. സൂര്യസോമയുടെ നിധി എന്ന നാടകത്തിലെ കഥാപാത്രത്തിനായിരുന്നു അത്. ഏതാണ്ട് 15 വർഷക്കാലത്തോളം അദ്ദേഹം നാടകത്തിൽ തുടരുകയാണ് ഉണ്ടായത്. പിന്നീടാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നത്. ആദ്യകാലത്തൊക്കെ ശ്രദ്ധിക്കപ്പെടാത്ത ചെറിയ ചെറിയ വേഷങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. തളിരുകൾ എന്ന സിനിമയിൽ തമിഴ് നടൻ നാഗേഷ് നടത്തുന്ന ഒരു ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിലെ ഒരാൾ
ഒരാളായിരുന്നു മാളച്ചേട്ടൻ. ഇത്തരത്തിൽ നിരവധി ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും മാളയെന്ന അഭിനേതാവിനെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. ശ്രീമൂലനഗരം മോഹനൻ കഥയെഴുതി PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത മധുരിക്കുന്ന രാത്രികൾ എന്ന സിനിമയിലാണ് ആദ്യമായി ഒരു ശ്രദ്ധിക്കുന്ന വേഷം ലഭിക്കുന്നത്. കുതിരവട്ടം പപ്പുവിന്റെ കോമഡി വേഷങ്ങളിലെ പടയോട്ടം തുടരുന്ന സമയത്താണ് മാള അരവിന്ദൻ ഉയർന്നു വരുന്നത്. തന്റെ വ്യത്യസ്തമായ സ്വതസിദ്ധമായ ശൈലി, നീട്ടലും കുറുക്കലും മൂളലും മുക്കലും ഞെട്ടലുമൊക്കെ പ്രേക്ഷകർക്ക് വേറിട്ടൊരു വിരുന്ന് തന്നെ സമ്മാനിച്ചു. അങ്ങനെ പ്രേക്ഷകർ അദ്ദേഹത്തെ നെഞ്ചിലേറ്റി പിന്നീട് അങ്ങോട്ട് മാളയുടെ ഒരു തേരോട്ടം തന്നെയായിരുന്നു. എന്റെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂവും പ്രതിഫലവും ഒക്കെ ജഗതിയേക്കാളും മേലെയായിരുന്നു. മാളയും ജഗതിയും ചേർന്ന് ഉടായിപ്പ് ജോത്സ്യന്മാരായി വരുന്ന രംഗങ്ങൾ തിയേറ്ററിൽ വലിയ തോതിൽ ചിരി ഉണർത്തുന്നവയായിരുന്നു. ആ ചിത്രത്തോടെ ഞാനും അദ്ദേഹവുമായി കൂടുതൽ അടുക്കുകയും ആ ബന്ധം തുടരുകയും ചെയ്തിരുന്നു. എന്റെ മറ്റു പല ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് കാറിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ ജോത്സ്യത്തെയും ഗ്രഹനിലയെയും കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് സൗരയുദ്ധത്തിന് പുറത്തുള്ള ചില കണ്ടെത്തലുകളെ കുറിച്ചും അന്യഗ്രഹ ജീവികളെ കുറിച്ചുമൊക്കെ പറയുകയുണ്ടായി. ആ വിഷയത്തോട് അദ്ദേഹം വളരെയധികം താല്പര്യം കാണിക്കുകയും യാത്രയിലുടനീള സംഭാഷണം പിന്നീട് അതേക്കുറിച്ചായിരുന്നു. അതിനുശേഷം എവിടെയെല്ലാം വെച്ച് എന്നെ കണ്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ മാത്രം തനിച്ചാകുമ്പോൾ എന്നോട് സംസാരിക്കുന്ന വിഷയം ഇത് തന്നെയായിരിക്കും. ഒരിക്കൽ ഒരു ഹോട്ടലിന്റെ മുൻപിൽ കാറിൽ ആരെയോ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന എന്നെ കണ്ട് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി എന്നെ അരികിലേക്ക് വിളിച്ചു. അരികിലേക്ക് ചെന്ന എന്നോട് അദ്ദേഹം വളരെ ഗൗരവമായി ചോദിച്ചു, അവർ വരുമോ എന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. ആരുടെ കാര്യമാണ് ചേട്ടൻ ചോദിക്കുന്നതെന്ന് ഞാൻ തിരക്കി. അത് നമ്മുടെ ആ അന്യഗ്രഹ ജീവികൾ. ഞാനും ചിരിച്ചു, അദ്ദേഹവും ചിരിച്ചു. ഒരുപക്ഷെ അദ്ദേഹം എന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് ശാസ്ത്രപരമായി എനിക്ക് വലിയ അറിവും പരിജ്ഞാനവും ഒക്കെ ഉണ്ടെന്നായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും ഒരു ചുക്കും ചുണ്ടാമ്പും അറിയില്ല എന്നുള്ള കാര്യം എനിക്കല്ലേ അറിയൂ. ഹിന്ദുവായ നിങ്ങൾ ക്രിസ്ത്യാനിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുവല്ലോ. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് ഏത് വിഭാഗത്തിൽ പെടുമെന്ന് ആരോ ചോദിച്ചു. ഉടൻ മറുപടി വന്നു, ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും ജനിക്കുന്ന കുഞ്ഞ് ഹിന്ദുസ്ഥാനി വിഭാഗത്തിൽ പെടുമെന്ന്. തന്റെ ഭാര്യയായ അന്നമ്മയുമായിട്ടുള്ള പ്രണയം സ്കൂൾ പഠനകാലത്ത് ഉടലെടുത്തതാണ്. മാളച്ചേട്ടൻ പറയുന്നത് തന്റെ തബല വായന കേട്ട് അതിഷ്ടപ്പെട്ട ഒരു സുന്ദരി എന്നെ വീക്ഷിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവിടെ തുടങ്ങിയതാണ് ഞങ്ങളുടെ പ്രണയം. അത് പിന്നീട് വിവാഹത്തിൽ കലാശിച്ചു. അവർക്ക് 2 കുട്ടികളും ജനിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഭാര്യയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന്നവൾ സുന്ദരിയായിരുന്നു, ഇന്നവൾ ധന്യന്തുരിയാണ്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇന്നവൾ ശരീരവേദനയ്ക്ക് ധന്യന്തരം കുഴമ്പ് തേച്ചാണ് കുളിക്കുന്നത് എന്നായിരുന്നു മറുപടി. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായി സിനിമയിലെ അടുപ്പക്കാരായ ഒരുപാട് പേരെ ക്ഷണിച്ചിരുന്നു. അവരെയൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരാളൊഴിച്ച് മറ്റാരും പങ്കെടുത്തില്ല. എത്തിയ ആളാകട്ടെ ഇടുക്കിയിലെ തിരക്കിട്ട ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്നും. വിവാഹത്തിന്റെ തലേന്ന് രാത്രി 2 മണിക്ക് അപ്രതീക്ഷിതമായി എത്തിയത് സാക്ഷാൽ മമ്മൂട്ടിയും ഭാര്യയുമായിരുന്നു. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നാണ് മാളച്ചേട്ടൻ പറയുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്റെ മകളുടെ വിവാഹമായിരുന്നു. സാമ്പത്തികമല്ല ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്, എന്റെ സുഹൃത്തുക്കളുടെ സഹകരണമായിരുന്നു. പക്ഷേ അവരാരും വരാത്തിടത്ത് സാന്നിധ്യം കൊണ്ട് എന്റെ മനസ്സിന് സന്തോഷമേകിയ മമ്മൂട്ടിയെ എനിക്കെങ്ങനെ വിസ്മരിക്കാനാകും? ബാക്കി എല്ലാവരുടെയും കുറവ് ആ ഒരാളാൽ നികത്തപ്പെട്ടു. 40 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഏതാണ്ട് 650-ലധികം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു. പപ്പു, മാള, ജഗതി എന്ന ടൈറ്റിലിൽ ഒരു ചിത്രം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മോഹൻലാലിനോടൊപ്പം കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിൽ മാളച്ചേട്ടനും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട് എന്ന ഗാനം മോഹൻലാലും മാളയും ചേർന്ന് പാടി അഭിനയിച്ചതാണ്. തിലകൻ ചേട്ടനെ പോലെ തന്നെ സിനിമയിലെ വിലക്കിനെ നേരിട്ട വ്യക്തിയാണ് മാളച്ചേട്ടൻ. വിനയന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ അഡ്വാൻസ് വാങ്ങി എന്നതിന്റെ പേരിലായിരുന്നു അത്. അഡ്വാൻസ് വാങ്ങി വാക്കുകൊടുത്ത പടത്തിൽ നിന്നും പിന്മാറാൻ മാളച്ചേട്ടൻ തയ്യാറായില്ല. പലരും അഡ്വാൻസ് തിരിച്ചു കൊടുത്ത് പിന്മാറിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാളച്ചേട്ടൻ അതിന് കൊടുത്ത മറുപടി ഡയലോഗ് പിൽക്കാലത്ത് മോഹൻലാലിലൂടെ ഹിറ്റായി. അന്ന് മാളച്ചേട്ടൻ കൊടുത്ത മറുപടിയായിരുന്നു, നിന്റെ അച്ഛനല്ല എന്റെ അച്ഛൻ എന്നത്. അന്ന് ആ വിലക്ക് കാരണം മാളച്ചേട്ടന് 5-6 പടങ്ങൾ നഷ്ടപ്പെട്ടു.
അദ്ദേഹം പറയുന്നു, സിനിമയില്ലെങ്കിൽ സീരിയൽ, അതുമില്ലെങ്കിൽ നാടകം, അല്ലെങ്കിൽ തബല, ഒന്നുമില്ലെങ്കിൽ തെരുവ് നാടകം. ഭാര്യയുടെ സാരി വലിച്ചു കെട്ടി തെരുവിൽ നാടകം അവതരിപ്പിക്കും. മാള എന്ന കലാകാരന്റെ തളരാത്ത മനസ്സിലെ ഉറച്ച തീരുമാനമായിരുന്നു അത്. പ്രതിബന്ധങ്ങളെ അവഗണിച്ച് മാള അരവിന്ദനും കലാഭവൻ മണിയും ചേർന്ന് നമുക്ക് സമ്മാനിച്ച ഹൃദയസ്പർശിയായ അഭിനയ മുഹൂർത്തങ്ങൾ ചിരകാല സ്മരണ ഉണർത്തുന്നവയാണ്. തന്നോട് സഹായം ചോദിച്ചു വരുന്ന ആരെയും തന്നെ അദ്ദേഹം നിരാശപ്പെടുത്തിയിട്ടില്ല. ശ്രീമൂലനഗരം മോഹനൻ പറയുന്നത്, തന്റെ ജ്യേഷ്ഠൻ ശ്രീമൂലനഗരം വിജയന്റെ അവസാന കാലത്തെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ അവസാന നാളുകളിലെ ആ ബില്ലുകളെല്ലാം സെറ്റിൽ ചെയ്തത് മാളച്ചേട്ടനായിരുന്നു. കൂടാതെ മറ്റാരും അറിയാത്ത ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം പലർക്കും ചെയ്തിട്ടുണ്ട്. മാളയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കാരണം പണം ലഭിക്കുമ്പോഴൊക്കെ അദ്ദേഹം വാങ്ങിക്കൂട്ടിയ വസ്തുക്കളാണ്. അതെല്ലാം ഇപ്പോൾ ശതകോടികളുടെ വിലമതിപ്പുള്ളവയുമാണ്. 3.5 ഏക്കറിന് മുകളിലുള്ള ഒരു മന അദ്ദേഹം സ്വന്തമാക്കി. കുടില് പോലെ ഉണ്ടായിരുന്ന തന്റെ ഭവനം കൊട്ടാര തുല്യമാക്കി. കുന്നംകുളത്ത് ഒരു പെട്രോൾ പങ്ക് വാങ്ങി. കൂടാതെ ബാങ്ക് ബാലൻസും. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാക്കി. ഇന്ന് അതൊക്കെ നോക്കി നടത്തുന്നത് അദ്ദേഹത്തിന്റെ മകൻ കിഷോർ എന്ന മുത്തുവാണ്. കടുത്ത ഷുഗർ പേഷ്യന്റ് ആയിരുന്ന അദ്ദേഹം ബിപിയും വർദ്ധിച്ച് കാലിൽ നീരും അനുഭവപ്പെട്ടപ്പോൾ കോയമ്പത്തൂരിലെ മെഡിക്കൽ സെന്ററിലേക്ക് പുറപ്പെടുന്നതെന്നും പറയുന്നു. തന്റെ ആത്മസുഹൃത്തായ ശ്രീമൂലനഗരം മോഹനൻ അസുഖം ബാധിച്ച് ആലുവയിലെ ആശുപത്രിയിലാണെന്ന്. തന്റെ അസുഖത്തെ പരിഗണിക്കാതെ മോഹനെ കാണാനായി ആലുവയിലെ ആശുപത്രിയിലെത്തി. ഇത്രയും വയ്യാതിരുന്ന ആൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ കോയമ്പത്തൂർ ആശുപത്രിയിൽ പോയി കിടക്കുമ്പോൾ നിന്റെ കാര്യമോർത്ത് എനിക്ക് സമാധാനം കിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയിരിക്കാം തനിക്കിനി ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന്. അവിടെ വെച്ച് ശ്രീമൂലനഗരം മോഹന്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടു, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്പടവടയും ചായയും വേണമെന്ന്. മോഹന്റെ അടുത്തിരുന്ന് അതും കഴിച്ചിട്ടാണ് അദ്ദേഹം യാത്രയായത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് തന്റെ സ്നേഹിതന്റെ അടുത്തേക്ക് ഒരു തിരിച്ചുവരവുണ്ടായില്ല. 2015 ജാനുവരി 28-ാം തീയതി 76-ാമത്തെ വയസ്സിൽ കോയമ്പത്തൂർ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ വെച്ച് ആ പ്രതിഭയുടെ ജീവിത നാടകത്തിന് എന്നേക്കുമായി തിരശ്ശീല വീണു. പ്രിയപ്പെട്ട മാളച്ചേട്ടന് പ്രണാമം. ചൊല്ലിപ്പടിച്ചതും തല്ലിപ്പടിച്ചതുമല്ല, കണ്ടുപഠിച്ചതും കൊണ്ടുപഠിച്ചതുമാണ് ജീവിതം. ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നമ്മെ മറന്നുപോയവരെയല്ല, ഒരുപാട് കാര്യങ്ങൾക്കിടയിലും നമ്മെ ഓർക്കാൻ നേരമുള്ളവർക്ക് വേണ്ടിയാകണം നാം നേരം കണ്ടെത്തേണ്ടത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.